ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേംബറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കേംബറിനെ കുറിച്ച് എന്താണെന്ന് പഠിച്ചു. ഈ വീഡിയോയിൽ സൂപ്പർ എലിവേഷനും അതുപോലെ തന്നെ ഗ്രേഡിയന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദി ഇൻവേർഡ് ടിൽറ്റ് given to the cross section of the road surface throughout the length of horizontal curve is known as. Options: super elevation, cant, banking, all of this. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ കർവില് നമ്മൾ റോഡിന് കൊടുക്കുന്ന ഇൻവേർഡ് ടിൽറ്റ് എന്താണ്, അല്ലെങ്കിൽ ക്രോസ് സെക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സൂപ്പർ എലിവേഷൻ, അതിന്റെ തന്നെ മറ്റൊരു പേരാണ് കാന്റ്, അതിന്റെ തന്നെ മറ്റൊരു പേരാണ് ബാങ്കിങ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദിസ് ആണ്. സൂപ്പർ എലിവേഷൻ, കാന്റ് അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് റോഡ്. അതായത് ഒരു ഹൊറിസോണ്ടൽ കർവ് വരുന്ന സ്ഥലത്ത് അതിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ക്രോസ് സെക്ഷനിൽ ഇൻവേർഡ് ആയിട്ട്, അതായത് ഒരു സ്ലോപ്പിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റോഡ് സ്ലോപ്പ് ഉണ്ടാകും. ആ സ്ലോപ്പിനെയാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ, കാന്റ് അല്ലെങ്കിൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഹൈ സ്പീഡ് വെഹിക്കിൾസ് വരുന്ന സമയത്ത്, ഒരു കർവിലേക്ക് ഹൈ സ്പീഡ് വെഹിക്കിൾസ് വരുന്ന സമയത്ത് അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഫലമായിട്ട് ഓവർടേൺ ചെയ്തു പോകാൻ, സ്കിഡ് ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. വെഹിക്കിൾസ് ഓവർടേൺ സംഭവിച്ചോ അല്ലെങ്കിൽ സ്കിഡ് ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് സെക്ഷനിൽ ഇത്തരത്തിൽ ഒരു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സ്ലോപ്പിനെയാണ്, ഇൻവേർഡ് ടിൽറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൂപ്പർ എലിവേഷൻ, കാന്റ് അല്ലെങ്കിൽ ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. സൂപ്പർ എലിവേഷനെ നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഇ ആണ്. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് സ്ലോപ്പ് സാധാരണഗതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ ഒന്നുകിൽ 1/n എന്ന് പറയുന്ന ഫോർമാറ്റിലോ അല്ലെങ്കിൽ പെർസെന്റേജ് ഫോർമാറ്റിലോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇതിനൊരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത്, അതായത് കാരിയേജ് വേയുടെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കുന്നു. ആ ക്രോസ് സെക്ഷനിൽ ഇന്നർ എഡ്ജിന്റെ ഹൈറ്റ് h1 ഉം ഔട്ടർ എഡ്ജിന്റെ ഹൈറ്റ് h2 ആണെന്ന് വിചാരിക്കുക. വിഡ്ത്ത് ഓഫ് കാരിയേജ് വേ w ആണെങ്കിൽ ഈ ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത് E is equal to h2 minus h1 ഡിവൈഡഡ് ബൈ w എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. h1 ഉം h2 ഉം രണ്ട് എഡ്ജിൽ വരുന്ന ഹൈറ്റ് ആണ്. അപ്പൊ ആ ഹൈറ്റ് ഡിഫറൻസിനെ വിഡ്ത്ത് ഓഫ് കാരിയേജ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൂപ്പർ എലിവേഷൻ കിട്ടും. സൂപ്പർ എലിവേഷന് നമുക്കൊരു ഇക്വേഷൻ ലഭിച്ചിരിക്കുകയാണ്. E is equal to h2 minus h1 divided by w എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു PSC എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം if the width of the carriageway is 10 meter and the outer edge is 40 centimeter higher than the inner edge, then the super elevation required is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം width of carriageway W ഉം ഇത് h1, ഇന്നർ എഡ്ജിലെ h1 ഉം ഔട്ടർ എഡ്ജിലെ h2 ഉം ആണെങ്കിൽ സൂപ്പർ എലിവേഷൻ E is equal to h2 minus h1 divided by w ആണ്. ഇവിടെ നമ്മളോട് പറയുന്നു ഔട്ടർ എഡ്ജ് ഈസ് 40 സെന്റിമീറ്റർ ഹയർ ദാൻ ദി ഇന്നർ എഡ്ജ്. അതായത് ഹൈറ്റ് ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെക്കാട്ടിലും 40 സെന്റിമീറ്റർ ഹയർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് h2 മൈനസ് h1 നമുക്ക് ഡയറക്ട്ലി തന്നിരിക്കുന്നു 40 സെന്റിമീറ്റർ. അപ്പൊ 40 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ഓഫ് കാരിയേജ് വേ തന്നിരിക്കുന്നു 10 മീറ്റർ. അപ്പൊ ഇവിടെ 40 ഡിവൈഡഡ് ബൈ 40 സെന്റിമീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ 10 മീറ്ററിന് നമ്മൾ എന്തിലേക്ക് മാറ്റണം? സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ 10 ഇൻറ്റു എന്ത് ചെയ്യണം? 100, ഇത്രയും സെന്റിമീറ്റർ. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4/100 എന്ന് കിട്ടും. 4/100 ഈസ് ഈക്വൽ ടു 1/25 എന്ന് പറഞ്ഞാൽ 1/25. അപ്പൊ ഇവിടെ ആൻസർ നമുക്ക് വരുന്നത് ഓപ്ഷൻ എ ആണ്, 1/25. ഇപ്പൊ നമുക്ക് ഈക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ h2 മൈനസ് h1 ഡിവൈഡഡ് ബൈ w എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലം ആണ് നമ്മൾ കണ്ടത്. ഇത് കൂടാതെ സൂപ്പർ എലിവേഷൻ ഡിസൈനിന്റെ സമയത്ത് നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നുണ്ടായിരുന്നു. E പ്ലസ് F is equal to V square by GR എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിന് G ക്ക് വാല്യൂ കൊടുത്തുകൊണ്ട് E plus F is equal to
വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127r എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതായത് സൂപ്പർ എലിവേഷന്റെ ഡിസൈനിന്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ്, ഡെറൈവ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ ആണ് E plus F is equal to V square by 127r. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് E എന്ന് പറയുന്നതാണ് സൂപ്പർ എലിവേഷൻ, F എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 0.15 ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ 0.15. സൂപ്പർ എലിവേഷന്റെ സമയത്ത് ക്രോസ് സെക്ഷനിലായിട്ട്, അതായത് ഇൻവേർഡ് ആയിട്ടാണ് വരുന്നത്, ഫ്രിക്ഷൻ ലാറ്ററൽ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ നമ്മൾ എടുക്കുന്നത്. അത് 0.15. ഇനി V എന്ന് പറയുന്നത്, വിയുടെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവറിൽ. സാധാരണഗതിയിൽ നമ്മൾ വെഹിക്കിൾസിന്റെ എല്ലാം സ്പീഡ് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. ഡിസൈൻ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ റേഡിയസ് എന്ന് പറയുന്നത് മീറ്ററിലും ആയിരിക്കും. യൂണിറ്റ് ശ്രദ്ധിക്കണം. ഇവിടെ F എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ അത് 0.15, V എന്ന് പറയുന്ന സ്പീഡ് കിലോമീറ്റർ പെർ അവറിലും, റേഡിയസ് ഓഫ് കർവ് എന്ന് പറയുന്നത് മീറ്ററിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ E plus F is equal to V square by 127r. ഇനി ലാറ്ററൽ ഫ്രിക്ഷൻ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ, നമുക്ക് ഈ ഇക്വേഷൻ എന്തായിട്ട് കിട്ടും? E is equal to V square by 127r എന്ന് കിട്ടും. E is equal to V square by 127r എന്ന് കിട്ടും. ഇതിന് നമ്മൾ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ 0.15 ആണ്. 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ, അതായത് ഫ്രിക്ഷൻ ഇല്ല എന്നുള്ള കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇൻഡിക്കേഷൻ V square by 127r എന്ന് കിട്ടും. ഇതിനെ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ എന്നാണ് പറയുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് 75% ഡിസൈൻ സ്പീഡിന്റെ 75%ത്തെയും കൗണ്ടറാക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. 75%-ഓളം സ്പീഡിനെയും കൗണ്ടറാക്ട് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോ ഈ E എന്ന് പറയുന്നതിന്റെ അകത്ത് ഇവിടെ 75% ഓഫ് സ്പീഡ് കൂടെ വരും. E is equal to 0.75, 75%, V square divided by 127r. ഇത് നമുക്ക് കിട്ടുന്നത് E is equal to V square by 225r എന്ന് കിട്ടും. ഇതാണ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സൂപ്പർ എലിവേഷൻ. E is equal to V square by 225r എന്നുള്ളതാണ്. ഡിസൈന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് ഇത്രയുമാണ്. അത് കൺസിഡർ ചെയ്യുന്നത് 75% ഓഫ് എന്തിന് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിനെ കൗണ്ടറാക്ട് ചെയ്യുന്ന തരത്തിലാണ് സൂപ്പർ എലിവേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് മുൻ വർഷത്തെ ഒരു PSC ചോദ്യമാണ്. For a constant value of coefficient of lateral friction, the value of super elevation increases with. Options നോക്കാം. Option A, increase in speed and decrease in radius of curve. Option B, decrease in speed and increase in radius of curve. Option C, increase in both speed and radius of curve. Option D, decrease in both speed and radius of curve. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ സൂപ്പർ എലിവേഷന്റെ വാല്യൂ എപ്പോഴാണ് കൂടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് അറിയണമെങ്കിൽ നമ്മൾ മുൻപ് പഠിച്ച ഇക്വേഷൻ E plus F is equal to V square divided by 127r എന്ന് പറയുന്ന ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. അതായത് F കോൺസ്റ്റന്റ് ആയി നമ്മൾ വെച്ചാൽ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ കോൺസ്റ്റന്റ് ആയി വെച്ചാൽ E എന്ന് പറയുന്നത് സൂപ്പർ എലിവേഷൻ ഇൻക്രീസ് ചെയ്യുന്ന കേസാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സൂപ്പർ എലിവേഷൻ കൂടണം, വാല്യൂ ഓഫ് സൂപ്പർ എലിവേഷൻ ഇൻക്രീസസ്. ഇത് ഇൻക്രീസ് ചെയ്യുന്ന ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, E കൂടണമെങ്കിൽ E പ്രൊപ്പോർഷണൽ ടു എന്താണ്? V സ്ക്വയർ ബൈ r ആണ്. ഇത് കോൺസ്റ്റന്റ് ആണ്, 127 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ E പ്രൊപ്പോർഷണൽ ടു V സ്ക്വയർ ബൈ r ആണ്. അപ്പൊ E എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ആണ്. അപ്പം E കൂടണമെങ്കിൽ എന്തും കൂടണം, സ്പീഡും കൂടണം, വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കൂടണം. ഇനി E എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? r ആണ്. അപ്പം E കൂടണമെങ്കിൽ r എന്ത് ചെയ്യണം? കുറയണം. ഇത് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. E കൂടണമെങ്കിൽ r എന്ത് ചെയ്യണം? കുറയണം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്തായിരിക്കും വരുന്നത്? ഇൻക്രീസസ്
ഇൻക്രീസ് സ്പീഡും ഡിക്രീസിങ് റേഡിയസും. നോക്കൂ, ഇൻക്രീസ് ഇൻ സ്പീഡ് ആൻഡ് ഡിക്രീസ് ഇൻ റേഡിയസ് ഓഫ് ദി കർവ്. ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഗ്രേഡിയന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, നമുക്ക് നോക്കാം. ദി ഗ്രേഡിയന്റ് ഓഫ് എ റോഡ് ഡിപെൻഡ്സ് അപ്പോൺ. ഗ്രേഡിയന്റ്, റോഡിന്റെ ഗ്രേഡിയന്റ് എന്തിനെയൊക്കെ ഡിപെൻഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: നേച്ചർ ഓഫ് ട്രാഫിക്, നേച്ചർ ഓഫ് ഗ്രൗണ്ട്, റെയിൻഫോൾ ഓഫ് ദി ലൊക്കാലിറ്റി, ഓൾ ഓഫ് ദിസ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദിസ് ആണ്. അതായത് നേച്ചർ ഓഫ് ട്രാഫിക്കിനെയും നേച്ചർ ഓഫ് ഗ്രൗണ്ടിനെയും ലൊക്കാലിറ്റിയിൽ വരുന്ന റെയിൻഫോളിനെ എല്ലാം ആശ്രയിച്ചാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ, അതായത് വെഹിക്കിൾ ഓടുന്ന ഡയറക്ഷൻ എന്താണോ അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. ആ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ വരുന്ന റൈസ് ആൻഡ് ഫോളിനെയാണ്, അതായത് ഉയർച്ചയോ താഴ്ചയോ ഉണ്ടെങ്കിൽ ആ റൈസ് ആൻഡ് ഫോളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ വരുന്ന സ്ലോപ്പിനെയാണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ട്രാൻസ്വേഴ്സ് സെക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പ് ആണ് കേംബർ. ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പ് ആണ് എന്തെന്ന് പറയുന്നത്, ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രേഡിയന്റ് ഏതൊക്കെ ടൈപ്പ് ആണുള്ളതെന്ന് നമുക്കിനി നോക്കാം. ടൈപ്സ് ഓഫ് ഗ്രേഡിയന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. റൂളിംഗ് ഗ്രേഡിയന്റ്, ലിമിറ്റിംഗ് അല്ലെങ്കിൽ മാക്സിമം ഗ്രേഡിയന്റ്, മിനിമം ഗ്രേഡിയന്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയന്റ്, ഫ്ലോട്ടിംഗ് ഗ്രേഡിയന്റ്, ആവറേജ് ഗ്രേഡിയന്റ്. റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഇതാണ് ഡിസൈൻ ഗ്രേഡിയന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഡിസൈൻ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ പെർമിസിബിൾ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് റൂളിംഗ് ഗ്രേഡിയന്റ് ആണ്. അതായത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് റൂളിംഗ് ഗ്രേഡിയന്റ് ആണ്. എഞ്ചിനീയറിംഗ് പർപ്പസുകൾക്ക് കൊടുക്കാവുന്ന, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കാവുന്ന പെർമിസിബിൾ ആയിട്ടുള്ള ഗ്രേഡിയന്റ് ആണ് റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, ലിമിറ്റിംഗ് അല്ലെങ്കിൽ മാക്സിമം ഗ്രേഡിയന്റ്. അതായത് ഒരു സ്ഥലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി എത്രയാണോ ഗ്രേഡിയന്റ് അവിടെ വരെയാണ് മാക്സിമം, അത്രയും വരെ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. ആ മാക്സിമം വാല്യൂ ആണ് നമ്മൾ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. മിനിമം ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേഡിയന്റ് ഒരിക്കലും 0 ആയി കൊടുക്കത്തില്ല. ഒരു മിനിമം ഗ്രേഡിയന്റ് എല്ലായ്പ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ മിനിമം ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡ്രെയിനേജിന് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും നമ്മളൊരു മിനിമം ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യും. മിനിമം ഗ്രേഡിയന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡ്രെയിനേജ്, അതായത് വാട്ടർ പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് മിനിമം ഗ്രേഡിയന്റ്. എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ മാക്സിമം ഗ്രേഡിയന്റിന് മുകളിലോ അല്ലെങ്കിൽ മിനിമം ഗ്രേഡിയന്റിനും താഴെയോ വരുന്ന കേസിനെയാണ് നമ്മൾ എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയന്റ് ഗ്രേറ്റർ ദാൻ മാക്സിമം ഗ്രേഡിയന്റ് ഓർ ലെസ് ദാൻ മിനിമം ഗ്രേഡിയന്റിനെയാണ് നമ്മൾ എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ഓഫ് റൈസ് ആൻഡ് ഫോൾ വന്നു കഴിഞ്ഞാൽ ആ റൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ഫോൾ ചെയ്യുന്ന കൈനറ്റിക് എനർജി, ഈ ഒരു എനർജി ഉപയോഗിച്ച് തന്നെ യാതൊരുവിധ എഫർട്ടും ഇല്ലാതെ അടുത്ത റൈസിലേക്ക് കയറി പോകാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള ഗ്രേഡിയന്റിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഈ റൈസിൽ നിന്ന്, ഈ ഫോളിലൂടെ ലഭിക്കുന്ന കൈനറ്റിക് എനർജി ഉപയോഗിച്ച് ട്രാക്റ്റീവ് എഫർട്ട് ഒന്നും തന്നെ ഇല്ല, ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് അടുത്തൊരു ഗ്രേഡിയന്റ്, ഈ ഒരു റൈസ് കടന്നു പോകാൻ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള ഗ്രേഡിയന്റിനെയാണ് ഫ്ലോട്ടിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ആവറേജ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റിലെ റെഡ്യൂസ് ലെവൽ നമുക്ക് അറിയാമെങ്കിൽ, അതായത് എ എന്ന് പറയുന്ന പോയിന്റിലെ ലെവൽ, ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ എങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നതിലെ ലെവൽ എന്ന് പറയുന്നത് ഇത്രയും, അത് H1 എന്ന് നമ്മൾ എടുക്കുന്നു. ബി എന്ന് പറയുന്നതിലെ ലെവല് H2 എന്ന് നമ്മൾ എടുക്കുന്നു. ഇത് തമ്മിലുള്ള എയും ബിയും എന്ന് പറയുന്ന ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം എല്ലും ആണെങ്കിൽ ഇവിടുത്തെ ആവറേജ് ഗ്രേഡിയന്റ് നമുക്ക് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻ, സ്ലോപ്പിന്റെ ഇക്വേഷൻ വെച്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആവറേജ് ഗ്രേഡിയന്റ് ഈസ് ഈക്വൽ ടു H2 മൈനസ് H1 ഡിവൈഡഡ് ബൈ L എന്നെടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിൽ മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കുന്ന ഈ ഒരു ഗ്രേഡിയന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. If the difference in levels between 2 points A and B is 1 meter and their distance is 50 meter, the gradient is said to be. അതായത് നമ്മൾ ഇതിനു മുൻപ് ഇപ്പോൾ പഠിച്ച ഗ്രേഡിയന്റിന്റെ ഒരു ഇക്വേഷൻ, അതായത് H2 മൈനസ് H1 ഡിവൈഡഡ് ബൈ L എന്ന് പറയുന്ന ആവറേജ് ഗ്രേഡിയന്റിന്റെ ഇക്വേഷൻ വെച്ചാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഡിഫറൻസ് ഇൻ ലെവൽസ് തന്നിട്ടുണ്ട്. എ ആൻഡ് ബി തമ്മിലുള്ള ഡിഫറൻസ് ഇൻ ലെവൽ 1 മീറ്റർ ആണ്. അപ്പൊ ഡിഫറൻസ് ഇൻ ലെവൽ 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 1 മീറ്റർ ഡിവൈഡഡ് ബൈ
ലെങ്ത് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 50 മീറ്റർ. അവ തമ്മിലുള്ള അകലം 50 മീറ്റർ ആണ്. അപ്പം ഡിവൈഡഡ് ബൈ 50 മീറ്റർ. ഇവിടെ യൂണിറ്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് യൂണിറ്റ് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആൻസർ വരുന്നത് 1/50. ആൻസർ 1/50. അത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value of rolling gradient in hills recommended by IRC is. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് IRC റെക്കമെൻഡ് ചെയ്യുന്ന റൂളിംഗ് ഗ്രേഡിയന്റ്, ഹിൽസിൽ റെക്കമെൻഡ് ചെയ്യുന്ന റൂളിംഗ് ഗ്രേഡിയന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ 1/20 ആണ്. IRC റെക്കമെൻഡ് ചെയ്യുന്നത്, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെറൈൻസിൽ, ഹിൽസിനും പ്ലെയിൻസിനും അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെറൈനിൽ പെർമിറ്റ് ചെയ്യുന്ന ഗ്രേഡിയൻസിന്റെ വാല്യൂ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നമ്മൾ കാണാതെ പഠിക്കണം, എങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റിന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഹിൽ ഏരിയയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ട റൂളിംഗ് ഗ്രേഡിയന്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയന്റ്, അതുപോലെ ഡിഫറെന്റ് ടെറൈൻസിന്റെ ഈ ഗ്രേഡിയൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട എത്രയാണെന്ന് IRC പറയുന്നുണ്ട്. ആ ഒരു ടേബിൾ നമ്മൾ കാണാതെ പഠിച്ചാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സൂപ്പർ എലിവേഷനും ഗ്രേഡിയന്റും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പരമാവധി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.